നമസ്കാരം. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് എന്നായിരുന്നു പുകയില ഉപയോഗം മൂലം പാതി വഴിയിൽ ജീവിതം നഷ്ടപ്പെട്ടവരെ പറ്റി പ്രശസ്ത ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡിന്റെ സങ്കടം. നന്നായി കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എക്സൈസുകാരുടെ പിടിയിലാവുന്നത് എന്തൊരു കഷ്ടമാണ് എന്നാണ് പക്ഷേ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ സങ്കടം. നേരിയ വ്യത്യാസമേ ഉള്ളൂ. കായംകുളത്ത് പാലത്തിനടിയിലിരുന്ന് കഞ്ചാവ് വലിച്ചെന്ന കേസിൽപ്പെട്ട 9 അംഗ സംഘത്തിൽ CPM വനിതാ MLA മകനും കൂടി ഉണ്ടായിരുന്നതാണ് എല്ലാത്തിനും കാരണം. പപ്പായത്തണ്ടും തീയും കൊണ്ട് കഞ്ചാവിനെ ഇല്ലായ്മ ചെയ്യുന്ന ടെക്നിക് പരീക്ഷിക്കുകയായിരുന്നു പോളിടെക്നിക് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമെന്ന് കേൾക്കുന്നു. കുട്ടികളാണെന്നതും ശാസ്ത്രീയ പ്രതിഭ പരീക്ഷിച്ചതാണെന്നതും കണക്കിലെടുത്ത് കനിവ് കാട്ടി ഉപദേശിച്ചു വിടുന്നതിന് പകരം മുൻപിൽ നോക്കാതെ എക്സൈസ് കേസെടുത്തതാണ് സജിക്ക് ഇഷ്ടപ്പെടാത്തതും തദ്വാര ധാർമ്മിക രോഷം അണപൊട്ടിയതും. കുട്ടികളാവുമ്പോൾ കമ്പനി കൂടും, 1-2 പുകയെടുത്തെന്നും വരും. MD കെട്ടുകണക്കിന് ബീഡി വലിക്കുമായിരുന്നു. ഞാനും വലിച്ചിട്ടുണ്ട്, പണ്ട് ജയിലിൽ നിന്ന് പഠിച്ചതാണ് എന്ന് പുതുതലമുറയുടെ മാതൃകാപരമായ പ്രവൃത്തിക്ക് മന്ത്രി നിഷ്കളങ്കമായ ധാർമ്മിക പിന്തുണ കൊടുക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് പഠിച്ചതാണ് എന്ന അവകാശവാദത്തിന്റെ അനുബന്ധ വിശദാംശങ്ങൾ പിടികിട്ടിയില്ല. ഗോതമ്പുണ്ട തീറ്റിക്കും എന്നും മറ്റും ജയിലിനെ പറ്റി ചില നടപടിക്രമങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും പുകവലി പഠിപ്പിക്കുന്നതും അവിടുത്തെ സിലബസിൽ ഉൾപ്പെട്ടിരുന്നു എന്നത് പുതിയ അറിവാണ്. തടവ് ശിക്ഷയുടെ ഭാഗമായി ദുർഗുണ പരിഹാര പാഠശാലയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പരിഹാരം ഒഴിവാക്കി സജിക്ക് പ്രവേശനം നൽകിയത് ദുർഗുണ പാഠശാലയിലായി പോയോ എന്നാണിപ്പോൾ സംശയം. കുട്ടിയായിരിക്കെ ഒരിക്കൽ പോലും തന്നോട് എന്തെങ്കിലും പഠിക്കാൻ പിതാവ് പറഞ്ഞിട്ടില്ലെന്ന് സജി കുറച്ചുകാലം മുൻപ് പറഞ്ഞതോർക്കുന്നു. ഇതും ആരുടെയും പ്രേരണ കൂടാതെ സ്വയം പഠിച്ചതായി കൂടായികയില്ല. പുതിയ തലമുറയുടെ വരവോടെ CPM അച്യുതി നേരിടുന്നതായി കുറച്ചുകാലം മുൻപ് സജി പരിതപിച്ചിരുന്നു. താനടക്കമുള്ളവരെ ഉദ്ദേശിച്ചാണ് മന്ത്രി പറഞ്ഞതെങ്കിൽ കൈയടിക്കാൻ പാർട്ടിക്കാർ തന്നെ ആവശ്യത്തിലേറെയുണ്ടാവും. പ്രായമല്ല, വകതിരിവാണ് സ്ഥാനങ്ങൾക്ക് മാനദണ്ഡമാക്കേണ്ടതെന്ന് CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സഖാക്കൾ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഇത്ര ദീർഘവീക്ഷണത്തോടെയാണെന്നത് ആരറിഞ്ഞു? കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓരോ വാക്കും ആംഗ്യവും പ്രവൃത്തിയും സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതാവണം എന്ന് പണ്ട് EMS നമ്പൂതിരിപ്പാട് സഖാക്കൾക്കുള്ള പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. സജി ഉൾപ്പെടുന്ന തലമുറ ആ ക്ലാസ് എടുത്ത ദിവസം കയറിയിട്ടുണ്ടാവില്ല. കുന്തവും കൊടച്ചക്രവും തൊട്ട് വിവാദങ്ങളുടെ സാംസ്കാരിക ഘോഷയാത്ര മിക്കതും ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ടത് സാംസ്കാരിക മന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെയാണെന്നതിൽ കൗതുകമുണ്ട്. കൈവിട്ടുപോയ മന്ത്രിസ്ഥാനം അതിലും വേഗത്തിൽ തിരിച്ചു പിടിച്ച മിടുക്കിലുമില്ല ആർക്കും സംശയം. ഉള്ളിൽ ലഹരിയൊന്നുമില്ലെങ്കിലും അന്തവും കുന്തവുമില്ലാതെ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരെയും ജനം ആൾ ഫിറ്റാണെന്ന് കളിയാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നിനും ഫിറ്റല്ല എന്നതിന്റെ സർട്ടിഫിക്കറ്റ് കൂടിയാണത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അവാർഡിന് വാശി പിടിക്കണമെന്നില്ല. പൊതുവാഹനങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തണമെന്ന് നിയമമുണ്ട്. പൊതുപ്രവർത്തനങ്ങൾക്കും അങ്ങനെ വേണമെന്ന് ജനത്തിന് തോന്നുന്നതുവരെ ഇനിയും കടുത്ത പരീക്ഷണങ്ങൾക്ക് മുതിരേണ്ടതുമില്ല. SNC ലാവ്ലിൻ കരാറിനെതിരായി നിലപാടെടുത്ത ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തല പരിശോധിക്കണം എന്ന് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഫയലിൽ എഴുതിയതോർക്കുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ സെക്രട്ടറിയെ പറ്റി തോന്നിയ കാര്യം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിയെപ്പറ്റി തോന്നുമോ എന്നൊരു പേടി കേൾക്കുന്നവർക്കുണ്ട്. മുന്നോട്ട് വെള്ളി വീഴും എന്ന് ഉറപ്പാണെങ്കിൽ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ടു നിർത്തുന്നതും നല്ലൊരു സാംസ്കാരിക സന്ദേശമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.